സോ ഹായ്, കുറേ നാൾക്ക് ശേഷമാണല്ലേ നമ്മളിങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. കൃത്യം പറഞ്ഞാൽ 3 മണിയായി. പ്രാന്ത് എന്നല്ലാണ്ട് വേറെ ഒരു വാക്കും ഇതിന് പറയല്ല. നാളെ എൻ്റെ യൂണിവേഴ്സിറ്റിയിലെ സെക്കൻഡ് ഇയറിലെ ഫസ്റ്റ് ഡേ ആണ് ക്ലാസ്സിലെ. ആൻഡ് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ LKG മുതൽ ഞാൻ ഇതുവരെയും ഒരു ക്ലാസ്സിൻ്റെയും ഒന്നിൻ്റെയും ഫസ്റ്റ് ഡേ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല, ലൈക്ക് ക്ലാസ്സസ്. ആൻഡ് ടുമോറോ വുഡ് ബി ദ ഫസ്റ്റ് ടൈം ഞാൻ ഇതുപോലത്തെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്, ഫസ്റ്റ് ടൈം. ആൻഡ് ഇതെന്താണെന്ന് വെച്ചാൽ എനിക്ക് നാളെ മുടി കേൾ ചെയ്യണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടിട്ടാണ് ഞാനിപ്പോൾ മുടി കഴുകി വന്നിരിക്കുന്നത്. ആൻഡ് എൻ്റെ മുടി നിങ്ങൾ ടെക്സ്ചർ ചോദിച്ചാൽ എൻ്റെ മുടി കേളിയാണ്. കേളി എന്ന് പറഞ്ഞാൽ അത്രയും കേളിയല്ല, എന്നാലും വേവിയല്ല, അതിനിടയ്ക്ക് നിൽക്കുന്നൊരു ടൈപ്പാണ് മുടി. സോ ഞാൻ സ്ട്രെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചെക്ക് റിപ്പബ്ലിക്കിൽ വരുന്നതിന് മുന്നേ. സോ അത് നല്ല വളർന്നിട്ടുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 1 year ആയിട്ടുണ്ടാവും. സോ ഹീറ്റ്ലെസ് കേളാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ കിടപ്പുണ്ട്, വേണമെങ്കിൽ നിങ്ങൾ പോയി ചെക്ക് ചെയ്യും. anamika.jeev എന്നാണ് എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ പേര്. സോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എനിക്ക് ഇത് എങ്ങനെയായി മാറുന്നതെന്ന് എനിക്കറിയില്ല. ക്ലാസ്സസ് ഉണ്ട്, മെക്കാനിക്സ് ഉണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. മാത്സിലെ കുട്ടി വളരെ മോശമാണ്. ഇത് എങ്ങനെ പോകുന്നു എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ നാളെ ഒരൊറ്റ ക്ലാസ്സേ ഉള്ളൂ കേട്ടോ, വൈകുന്നേരമാണ്. ഞാൻ ഇനി എൻ്റെ ഹെയർ കുറച്ച് സ്ട്രീക്സിൻ്റെ സിറം വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പോവാണ് ബിഫോർ ഐ കേൾ മൈ ഹെയർ. റോൾ ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. എങ്ങനെ മാറും, എന്തായി മാറും, ഐ ഹാവ് നോ ഐഡിയ. ബട്ട് സ്റ്റിൽ യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ട് പല ആൾക്കാരും എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ചേച്ചി അഡ്മിഷൻ എങ്ങനെയാണ്, എന്താണ്, ഈ യൂണിവേഴ്സിറ്റി കൊള്ളാമോ, ആ യൂണിവേഴ്സിറ്റി കൊള്ളാമോ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ആൾക്കാർ മെസ്സേജ് അയക്കണതാണെന്ന് എനിക്ക് വളരെ സന്തോഷമാണ്. സോ ഐ എം വെരി ഹാപ്പി ടു ഹെൽപ്പ് യു ഓൾ. ഇതാണ് എൻ്റെ ആയുധം. ഇത് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ഹെയർ കേൾ ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി ഞാൻ കോമ്പ് ചെയ്തിട്ടുണ്ട് മുടി. സോ ഞാൻ കേൾ ചെയ്തിട്ടുണ്ട്. ഇത് എത്രത്തോളം പെർഫെക്റ്റ് ആവുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷെ നാളെ നമുക്ക് നോക്കാം. സോ ഞാനിപ്പോൾ കിടക്കാൻ പോവാണ്. നാളെ നമുക്ക് ഒന്നിച്ച് ഫസ്റ്റ് ഡേ അറ്റൻഡ് ചെയ്യണം. വീഡിയോ എടുക്കാൻ പറ്റുന്നതെന്ന് എനിക്കറിയില്ല, ബട്ട് സ്റ്റിൽ ഇത് ട്രയൽ ബേസിസിലാണ് വീഡിയോ എടുക്കുന്നത്. ആൻഡ് ഇന്ന് മുതൽ ഞാൻ എന്നും വ്ളോഗ് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഐ നീഡ് യുവർ സപ്പോർട്ട്. ഓക്കെ, ബൈ ബൈ അല്ല, ഗുഡ് നൈറ്റ്. നാളെ രാവിലെ നമ്മൾ എണീച്ച് ബാക്കി വീഡിയോ ഷൂട്ട് ചെയ്യുന്നതായിരിക്കും. സോ ഹായ്. അപ്പോൾ ഇന്നലെ കിടന്ന് അറിയില്ല ഇത് ഹൗ ഇറ്റ്സ് ഗോണ ടേൺ ഔട്ട് ടു ബി. ആൻഡ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. വളരെ ബുദ്ധിമുട്ടിയാണ് ഞാൻ കിച്ചണിൽ പോയത് ഈ കോലത്തിൽ. ഇങ്ങനെ ഇതാണ് കോലം. എനിക്കറിയില്ല, ലാസ്റ്റ് ടൈം ഞാൻ ഇങ്ങനെ കെട്ടിയിട്ടുണ്ടായിരുന്നു. ഇറ്റ് ഡസൻ സ്റ്റേ ഫോർ ലോങ് അൺടിൽ അൺലെസ് യു സ്പ്രേ ഹെയർ സ്പ്രേ ഒക്കെ ചെയ്ത് കറക്റ്റ് സെറ്റിംഗ് സ്പ്രേ വെച്ചിട്ട് ചെയ്യുമ്പോഴേ അത് ലോങ് ലാസ്റ്റ് ചെയ്യത്തുള്ളൂ. പക്ഷേ ഐ നോ ദിസ് ഇസ് നോട്ട് ഗോണ സ്റ്റേ ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. ഇത് എപ്പോൾ തന്നെ പോകും. എനിക്ക് 1 hour ക്ലാസ് മാത്രമേ ഉള്ളൂ. ഐ ഡോണ്ട് നോ, ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുന്നതേ ഉള്ളൂ ഫോർ എ ഡിഫറെൻറ്റ് ലുക്ക്. അപ്പം ലെറ്റ്സ് ഗെറ്റ് റെഡി ആൻഡ് ഗോ ഫോർ ക്ലാസ്. സോ ഇതാണ് ഔട്ട്ഫിറ്റ്. ആൻഡ് നമുക്ക് ഹെയർ ഒന്ന് ചെയ്ത് നോക്കിയാലോ. ഞാൻ ട്രൈ ചെയ്യണം, എങ്ങനെയാവുന്നതെന്ന് എനിക്കറിയില്ല. ബട്ട് വിൽ സീ. എനിക്കറിയാം ഇത് ഹൗ ഇറ്റ്സ് ഗോണ ടേൺ ഔട്ട് ടു ബി. മുടി എനിക്കറിയില്ല. ഇത് ഞാൻ ഓൾമോസ്റ്റ് ഒരു 12 hours കൂടുതൽ ഞാൻ വെച്ചിട്ടുണ്ട്. സോ ഇത് എങ്ങനെ ടേൺ ഔട്ട് ആവും എന്ന് എനിക്ക് ഷുവറില്ല. ബട്ട് സ്റ്റിൽ ലെറ്റ്സ് സീ. ഓ, എന്ത് നല്ല ഭംഗിയുണ്ടല്ലോ. ഓക്കെ, നാച്ചുറൽ ആണെന്ന് പറയുന്നു, പക്ഷെ ഇത് കുറച്ച് നേരമേ നിൽക്കത്തുള്ളൂ. എനിക്കിഷ്ടമായി. ഈ ഹെയർ ഞാൻ എങ്ങനെ വയ്ക്കുമെന്ന് എനിക്കറിയില്ല. ഇത് ഓൾറെഡി കുളമായിട്ടുണ്ടായിരുന്നു. ആൻഡ് ഐ ലൈക്ക് ദിസ്. കൊള്ളാമല്ലേ? കുഴപ്പമൊന്നുമില്ല, തരക്കേടൊന്നുമില്ല. എനിക്കിഷ്ടമായി. നല്ല കേഴ്സ് ഉണ്ട്. പക്ഷെ ഇത് കുറച്ച് നേരം നിൽക്കത്തുള്ളൂ, അതാണ് വിഷമം. എനിക്ക് 1 മണിക്കൂറുള്ള ക്ലാസ് പോയി നമ്മൾ തിരിച്ചു വരുന്നതായിരിക്കും. ആൻഡ് ഓക്കെ, കുഴപ്പമില്ല അല്ലേ? ഈ ഒരു മുടി മാത്രം ഒന്ന് എന്തെങ്കിലും ചെയ്ത് വെക്കാം.
സോ ഞാൻ ബാക്കിയുള്ള ഓർണമെൻറ്റ്സ് ഇട്ടിട്ട് ഞാൻ തിരിച്ചു വരുന്നതായിരിക്കും. സോ ഐ എം ഹിയർ വിത്ത് ഓൾ മൈ ഓർണമെൻറ്റ്സ്. എനിക്ക് ഈ ബ്രേസ്ലെറ്റ് സ്പെയിനിൽ ഒരു സ്പെഷ്യൽ പേഴ്സൺ കൊണ്ടുവന്നതാണ്. ആൻഡ് യൂസ് എ ചെയിൻ എവറിഥിങ്. സോ ഞാൻ റെഡിയാണ്. ഞാൻ 5th ഫ്ലോറിലാണ് താമസിക്കുന്നത്. 6th ഫ്ലോറിൽ എൻ്റെ ഒരു ക്ലാസ്മേറ്റ് ഉണ്ട്. ഞങ്ങൾ ഒന്നിച്ചാണെന്ന് ക്ലാസ്സിൽ പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ക്ലാസ്സിൽ പകുതി വരുന്ന ഫസ്റ്റ് ഡേ കണ്ടിട്ട് വരത്തില്ല എന്നാണ് എൻ്റെ ഒരു ഊഹാഭൂഖം. പക്ഷെ എനിക്കറിയില്ല. ആൻഡ് ഐ എം വെരി എക്സൈറ്റഡ്. ഇത് ഫസ്റ്റ് ഡേ ആണ് ആൻഡ് ഐ വോണ്ട് ടു ബി എ പാർട്ട് ഓഫ് മൈ ഫസ്റ്റ് ഡേ. സോ പുറത്തത്തെ വിശേഷങ്ങൾ ഞാൻ കാണിക്കുന്നതായിരിക്കും. പുറത്ത് നല്ല തണുപ്പാണ്. സോ ഞാൻ ഈ ജാക്കറ്റ് ഇട്ടുകൊണ്ടാണ് പോകാൻ പോകുന്നത്. വേറെ ഒന്നുമില്ല, സുനിൽ ലേറ്റാണ് എന്നതേം പോലെ. ഞാനിപ്പോൾ വിളിച്ചപ്പോഴാണ് ആൾ ഞാൻ ഡ്രസ്സ് മാറ്റുന്നതോടെ വരുന്നുണ്ട് എന്ന് പറഞ്ഞത്. സോ വിൽ ബി വെയിറ്റിംഗ് ഫോർ ഹിം ആൻഡ് ഓക്കെ. സോ ദിസ് ഇസ് സുനിൽ. ഞാൻ കുറേ നേരെ പറയുന്നു സുനിൽ. സോ ഇതാണ് എൻ്റെ ക്ലാസ്സിലെ ബെസ്റ്റി. ഞങ്ങൾ ഒരേ സ്ഥലത്താണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് അവിടെ നിന്ന് മാറേണ്ടി വന്നു. ആൻഡ് ഞങ്ങൾ ഒരേ ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഹീസ് ഫ്രം ഗുജറാത്ത്, റൈറ്റ്? വേർ ഇൻ ഗുജറാത്ത്, സുനിൽ? Vadodara. Yeah. Vadodara city. So tell me something in Gujarat. ગુજ્જુ મેં બોલો છો? ગુજ્જુમાં ગુજરાત ફેમસ છે કચોરી, જલેબી, ફાફડા, ઢોકલે, ફાફડા. તો ગુજરાતમાં આવો તો ખવડાવું ગુજરાતી ખાવાનું. See, പല വീഡിയോസിലും നിങ്ങൾ ഈ മൂപ്പരെ കണ്ടിട്ടുണ്ടാവണം. ഞാനിവിടെ വന്ന സമയം മുതൽ എൻ്റെ ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ സമ്മർ വെക്കേഷൻ ആയപ്പോൾ മിക്കുള്ള പിള്ളേരായിട്ട് ഞാൻ അങ്ങനെ അധികം ക്ലാസ്മേറ്റ്സ് ആയിട്ട് മിണ്ടില്ലെങ്കിലും ദിസ് സുനിൽ, ഹീസ് ലൈക്ക് മൈ ഓൺ ബ്രദർ. സോ എപ്പോഴും കോണ്ടാക്റ്റിലുണ്ടായിരുന്നു. അപ്പോൾ ഇവൻ പറയുന്നത് വരുന്നവരും പോകുന്നവരൊക്കെ എന്നെ നോക്കുന്നതെന്നാണ്. സോ ഹീസ് ലാഫിങ് കോൺസ്റ്റൻ്റ്ലി എവർ സിൻസ്. ആൻഡ് പീപ്പിൾ ആർ ഓൾസോ ഒബ്സർവിങ് ഹിം, ബട്ട് ഈസ് നോട്ട് സെയിങ് ദാറ്റ്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഡേ കണ്ട് കുറേ കുട്ടികൾ ഈ വഴി പോകും. ആൻഡ് ഐ ഓൾറെഡി മെൻഷൻ ഞങ്ങളുടെ ക്ലാസ് ഒരു 2 കിലോമീറ്റർ നടക്കാനുണ്ട് ഹോസ്റ്റലിൽ നിന്ന്. നോ ബസ്, നോ ട്രാം, നോ നത്തിങ്. ജസ്റ്റ് ഇങ്ങനെ നടക്കുക. 5:45 ക്ലാസ്. ആൻഡ് ഇറ്റ്സ് ഓൾറെഡി 5:45 now because of him. We are late. Not me. He says first impression is the last impression, but I guess today is my first day and late ആണ് നമ്മൾ. എല്ലായിടത്തും പട്ടികളാണ്. ഇത് ഞങ്ങളുടെ പിൻവശമാണ് കേട്ടോ. ഞങ്ങൾക്ക് എളുപ്പം ഇവിടെ നിന്നാണ് കയറുന്നത്. വളരെ റെയറായിട്ടാണ് മെയിൻ എൻട്രൻസിൽ കൂടെ ഞങ്ങൾ കയറും. ഇവിടേക്കാണ് ഞങ്ങൾ ക്ലാസ്സിനിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ആരുമില്ല. വൈകുന്നേരം ആയില്ലേ. ഇവരെന്തിനാ വൈകുന്നേരം ക്ലാസ് കൊണ്ടു വെച്ചെന്ന് എനിക്കറിയില്ല. പിന്നെയും ഉണ്ട് 4 പോയിന്റ് 3 പ്രസ് ചെയ്തു. വാട്ട് ഇസ് ഹിസ് ബിഹേവിയർ? ഞങ്ങൾ ക്ലാസ്സിൽ കയറാണ്. അപ്പോൾ പിന്നെ കാണാം. താങ്ക്സ്. How the class was? Class was very boring for me. But it was very informative for me. I'm going to show you the view. So it's very beautiful here. I see many buses going from here though. See? It's going to rain, I guess. Sunil, how was the professor? Professor is very good. Yeah. He's kind person. It's in Europe ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ they struggle really bad. I mean hard when it comes to the language. അവർ ചെക്കിൽ പ്രൊഫഷണൽസ് ആയിരിക്കാം. ആൻഡ് ഞങ്ങളുടെ കോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു പുതിയ കോഴ്സാണ്. സോ വരുന്ന ഫാക്കൽറ്റീസ് എല്ലാം ചെക്ക് സബ്ജക്റ്റ് ആയിരിക്കും പഠിപ്പിച്ചിട്ടുണ്ടാവുക. സോ അവർ നമ്മുടെ ഭാഷ പറഞ്ഞു വരുമ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു വേർഡ് ഫൈൻഡ് ചെയ്യാൻ ഭയങ്കര സ്ട്രഗ്ലിംഗ് ആയിരിക്കും ഇവർ. ഞാൻ ഇവിടുത്തെ കാര്യം കേട്ടോ പറയുന്നത്. പക്ഷെ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രൊഫസേഴ്സാണ് ഞങ്ങൾക്ക് വരുന്നത്. ഞങ്ങൾ ഗ്ലോബസിൽ പോവാണ്. ആൻഡ് ദാറ്റ്സ് ഓൾ. എൻ്റെ ഫസ്റ്റ് ഡേ. നല്ല ഭംഗിയില്ലേ കാണാൻ? ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ഗ്ലോബസ്. കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ എല്ലാ സ്ഥലത്തും പട്ടികളുണ്ട് ഇവിടെ. ഞാനിവിടെ വളരെ വലിയ സാധനമാണ് വാങ്ങിക്കാൻ വരുന്നത്. ഞാനിവിടെ വന്ന സമയം മുതൽ തപ്പുന്നതാണ് ഫെവിക്വിക്ക്.
ഇല്ല ഇത് വലിയൊരു ഇതാണെന്ന്. അത്രയും വലുതല്ല, പക്ഷെ എന്നാലും കുഴപ്പമില്ല. അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റും. പിന്നെ എൻ്റെ കൂടെ ഇവനാണ് വന്നിരിക്കുന്നത്. സോ മുടിയാകെ ഞാൻ പറഞ്ഞില്ല കുറേ നേരമൊന്നും നിൽക്കത്തില്ല. ഇത് ഓൾറെഡി ഇതായി. ഇതിൻ്റെ വില എത്രയാണെന്നൊന്നും അറിയില്ല. ഞാൻ പിടിച്ചു വെച്ചിട്ടുണ്ട്. ഐ ഡോണ്ട് നോ ഹൗ മച്ച് ഇറ്റ് ഈസ്, ബട്ട് ഐ കൈൻഡ് ഓഫ് ലൈക്ക് ഇറ്റ്. സോ ഇത് കാണുമ്പോഴാണ് മനസ്സിലാവുന്നത് ഹലോവിൻ ഇസ് നിയറിങ് ഗൈസ്. സോ ഏകദേശം ഒരുപോലെ ഉണ്ട് രണ്ടും. സോ സംഭവം ഫസ്റ്റ് ഡേ ആണെങ്കിലും ഇന്ന് ഒരു ചെറിയ ഷോപ്പിംഗ് ആയിട്ടാണ് ഞങ്ങൾ തീർത്തത്. ഇപ്പോൾ കേൾ ചെയ്ത മുടിയുടെ എല്ലാ എഫക്റ്റും കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ കൂടെ വേറൊരാൾ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവിടെ നിന്ന് വാങ്ങിച്ച സാധനം ഇതാണ്. വേറെ ഒന്നുമില്ല, ഇപ്പം തണുപ്പല്ലേ, ആളെ കാണുന്നില്ലല്ലോ. സോ ഞാൻ ഒരു ക്യാപ്പും ഗ്ലൗസും വാങ്ങിയിട്ടുണ്ട്. എന്തായാലും വിൻ്റർ തുടങ്ങും. സോ ആ സമയത്തിരുന്ന് തപ്പതിനേക്കാൾ എന്തുകൊണ്ടും നല്ലതാണ് ഇപ്പോഴേ ഒന്ന് വാങ്ങിച്ചു വയ്ക്കുന്നത്. ഓൾറെഡി ഇവിടെ തണുപ്പാണ്. ഇത്രയും നേരം ഞാൻ ഈ മനുഷ്യനെ തപ്പി നടന്നിട്ട് വേവയൂ അങ്ങനെ കുറേ നേരം ഞാൻ അവന് വേണ്ടി നിന്നിട്ട് അവൻ മെൻസ് സെക്ഷനിൽ അവൻ വേറെ എന്തോ ഡ്രസ്സ് തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. സോ എനിവേസ് ഞാനിവിടെ എന്തൊക്കെയോ കാണുന്നുണ്ട്, പക്ഷേ ചില സാങ്കേതികൾ കാരണം നമുക്കൊന്നും വാങ്ങിക്കാൻ പറ്റുന്നില്ല എന്നതാണ് സത്യം. ആൻഡ് കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. എന്നെ ഒരു കടയിലും കൊണ്ടുപോകാൻ പറ്റത്തില്ല. പൈസ ഇല്ലെങ്കിലും എങ്ങനെയും ഒപ്പിക്കും ഞാൻ ഒരു സാധനം വാങ്ങിക്കാൻ. സോ ഞാൻ ക്യാപ്പും ഗ്ലൗസും ആദ്യമേ വാങ്ങിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. സത്യം പറഞ്ഞാൽ എന്നെ എങ്ങും കൊണ്ടുപോകാൻ പാടില്ല. ഈ എന്നിലുള്ളിൽ മറ്റേ ഇന്നർ ചൈൽഡ് എണീക്കുമെന്ന് അറിയത്തില്ലേ, ആ സംഭവമാണ് ഞാൻ പലപ്പോഴുമായിട്ട് കാണിക്കുന്നത്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആവും. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ലൈക്ക് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ എന്നെ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്യും കേട്ടോ. ഇതൊക്കെ എനിക്ക് പൈസ ഉണ്ടെങ്കിൽ ഈ കട ഫുള്ള് ഞാൻ വാങ്ങിക്കും. അങ്ങനത്തെ ഒരു മൈൻഡിലാണ് ഞാൻ നിൽക്കുന്നത്. സോ സെൻസി ഇവിടെ ഭയങ്കര വില കുറവാണ്. നമ്മുടെ ഇവിടുത്തെ സ്റ്റുഡിയോ അങ്ങനത്തെയാണ് സെൻസി ഇവിടെ. അവൻ മൂപ്പരങ്ങനെ ബില്ല് ചെയ്യാൻ പോയിക്കാണ്. ഞാൻ ആകെ ടെൻഷനിലായിട്ടുണ്ടായിരുന്നു. സോ കുഴപ്പമില്ല അല്ലേ, കുറച്ച് നേരമൊക്കെ നിൽക്കുമായിരിക്കും ഇത്. സോ ആൾ ബില്ല് ചെയ്യാൻ പോയി കാണാം, നമുക്ക് വെയിറ്റ് ചെയ്യാം. സോ ടൂത്ത്ലെസ്സിൻ്റെ ഫാൻസിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്. ഇതൊക്കെ എനിക്ക് ആരെങ്കിലും വാങ്ങിച്ചു തരാനുണ്ടായിരുന്നെങ്കിൽ. അങ്ങനെ എന്തൊക്കെയോ വാങ്ങിച്ചു ഇവിടുന്ന്. വലിയ ചിലവൊന്നും ആയിട്ടില്ല. ഇപ്പോൾ ഇവന് കുറച്ച് ഗ്രോസറീസ് വാങ്ങിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഗ്രോസറീസ് വാങ്ങിക്കാനുള്ള പരിപാടിയിലാണ് ഞങ്ങൾ. സോ നിൽ സേ ഹായ്, വാട്ട് യു വാണ്ട് ടു ബൈ? क्या खरीदना आपको? oil and some chips. ആള് വെജിറ്റേറിയൻ ആട്ടോ, നോൺ വെജ് കഴിക്കത്തേ ഇല്ല. മുട്ട പോലും കഴിക്കത്തില്ല. അവൻ്റെ ഫ്രണ്ട് വെജിറ്റേറിയനാ, പക്ഷെ ആൾ മുട്ട കഴിക്കും പോലും. Guys, just tell me like what kind of a vegetarian eats egg? They say vegetarian, but I don't understand the concept. ഇഷ്ടമായത് കൊണ്ടിട്ട് ഞാൻ ഫ്രൂട്ട്സ് എടുത്തു. ഇവൻ എന്തൊക്കെയോ സ്നാക്സ് എടുത്തു. പിന്നെ എണ്ണ എന്താ കൊണ്ട് വാങ്ങിച്ചിട്ടുണ്ട്. ആൻഡ് അങ്ങനെ ഫസ്റ്റ് ഡേ ഇതുപോലെ ഷോപ്പൊക്കെ ചെയ്തിട്ട് നമ്മൾ തിരിച്ച് നേരെ പോവുകയാണ്. പുറത്തിറങ്ങുമ്പോൾ എന്തായാലും തണുപ്പുണ്ടാവും. സോ ജാക്കറ്റ് ഇടണം. ആൻഡ് കുഴപ്പമില്ലായിരുന്നു. ആകെ ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു. ഐ ഡോണ്ട് ഈവൻ നോ ഹിസ് നെയിം. എന്തോ ഒരു നെയിം പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാസ്മേറ്റ്, പക്ഷെ എനിക്ക് ഓർമ്മയില്ല. എൻ്റെ ക്ലാസ്സിൽ വളരെ ചുരുക്കം ആൾക്കാരാണ്. ലൈക്ക് ഞങ്ങൾ ഇൻ്റർനാഷണൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ഞങ്ങളുടെ കോഴ്സ് പുതിയൊരു കോഴ്സ് ആയതുകൊണ്ടിട്ട് പലർക്കും നമ്മുടെ കോഴ്സ് അറിയില്ല. സോ ഞങ്ങൾ കുറച്ച് പേരെ ക്ലാസ്സിലുള്ളൂ. ആൻഡ് എഫക്റ്റീവായിരുന്നു ക്ലാസ്സൊക്കെ. ആൾ നല്ലപോലെ പറഞ്ഞു തന്നു, പുള്ളിക്കാരൻ നല്ലപോലെ എന്തൊക്കെയോ പറഞ്ഞു തന്നു. സോ ദാറ്റ്സ് ഇറ്റ്. ഇതാണ് എൻ്റെ വീഡിയോ. ബാക്കിയുള്ള വിശേഷങ്ങൾ ഞാൻ വഴിയെ പറയുന്നതായിരിക്കും. ഇനിയും വീഡിയോസ് ഇടാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ ഇത്രയൊക്കെ തന്നെയാണ്. ഒക്കെയുള്ളൂ. ചാ ബൈ, ഗുഡ് നൈറ്റ്, ബൈ. അപ്പോൾ കാണാം. ഇനിയും വീഡിയോസ് ഇടുന്നതായിരിക്കും. ഇത് എഡിറ്റ് ചെയ്തിട്ട് എപ്പോൾ ഇടുന്നതെന്ന് എനിക്കറിയില്ല. നാളെ രാവിലെ എനിക്ക് ക്ലാസ് ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് സ്നോ ആയിരിക്കും വരുന്നത്. സോ സ്നോയിൽ എനിക്ക് ഇഷ്ടംപോലെ വീഡിയോസ് എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ട്. സോ ദാറ്റ്സ് ഓൾ. ബൈ. ഇതെൻ്റെ ബില്ലാണ്. ചാ